നിർണായകമായ നിമിഷത്തിലൂടെ ഈ രാജ്യം കടന്നു പോകുമ്പോൾ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ മുൻപിൽ ഒരു നിമിഷത്തേക്കെങ്കിലും തല കുനിച്ചു പോകേണ്ടി വരികയാണ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക്. തെറ്റുപറ്റിപ്പോയി, സുരക്ഷാ വീഴ്ചയുണ്ടായി, ഇതൊന്നും മുൻകൂട്ടി കാണാൻ സാധിച്ചില്ല. 2 ആഴ്ച മുൻപ് അവിടെ പോയി സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോഴും ഇങ്ങനെ ഒരു ആക്രമണം പതിയിരുപ്പുണ്ടോ എന്നും നമ്മുടെ 7 അയലത്തെത്തുമോ എന്നും അറിയാൻ സാധിക്കാതെ പോയി. സുരക്ഷാ റിവ്യൂ യോഗത്തിൽ ആ നാടിന്റെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയെ പുറത്താക്കിക്കൊണ്ടാണ് കാശ്മീരിന്റെ സുരക്ഷ നേരിട്ട് ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന അവിടെ ഒരു റിവ്യൂ യോഗം ചേർന്നത് അമിത്ഷായുടെ നേതൃത്വത്തിൽ. ഇവിടെ അതിനേക്കാൾ നമ്മളെ ഞെട്ടിക്കുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പഹൽഗാമിലെ ബൈസൺ വാലി ടൂറിസ്റ്റുകൾക്കായി തുറന്നത് ഏപ്രിൽ 20-നാണ്. എന്നാൽ ഇത് തുറന്നത് കേന്ദ്രം അറിഞ്ഞിട്ടില്ല എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സാധാരണ ജൂൺ മാസത്തിലാണ് തുറക്കാറ്. ഇവിടെ ഏപ്രിൽ തുറന്നത് നേരിട്ട് സുരക്ഷ ഏറ്റെടുക്കുന്ന കേന്ദ്രം അറിഞ്ഞില്ല എന്ന വാർത്തകൾ വരികയാണ്. അതായത് ഭീകരാക്രമണം തഴച്ചു വളർന്ന നഷ്ടങ്ങൾ മാത്രം ഉണ്ടാവുമെന്നറിഞ്ഞിട്ടും കേന്ദ്രം നേരിട്ട് സുരക്ഷ ഒരുക്കുന്ന കാശ്മീരിൽ തുറന്ന പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രത്തെ കുറിച്ച് കേന്ദ്രം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ സുരക്ഷ എത്രത്തോളം ഭദ്രമായിരുന്നു എന്ന ചോദ്യമുനയിൽ തന്നെയാണ് നമ്മുടെ കേന്ദ്രം. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ ഒറ്റക്കെട്ടായി ഈ നിമിഷത്തിൽ ഈ രാജ്യം ഇതിനെ നേരിടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാതെ ഒരേ സ്വരത്തിൽ ഈ രാജ്യം പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് കൂടിയാണ് വിദേശയാത്രകളെ പോലും വെട്ടിച്ചുരുക്കിക്കൊണ്ട് എല്ലാവരും ഇവിടെ എത്തിയത്. അതിൽ രാഹുൽ ഗാന്ധിയും ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അടിയന്തരമായി ചേരേണ്ട യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പൊടിപൊടിക്കാനുള്ള പരിപാടികളിലാണ്. രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന സമയത്താണ് മോദി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അടി തരുന്നത്. കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ പോലും അടിയന്തരമായ യോഗം ചേർന്ന അതേ മോദി രാജ്യം ഒറ്റക്കെട്ടായി വിഭാഗീയതകൾക്കപ്പുറത്ത് നിന്ന് ഒരുമിച്ച് പോരാടേണ്ടുന്ന സമയത്ത് ബീഹാറിലെ റാലിയിൽ പങ്കെടുക്കാൻ പോയി എന്നത് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ചേർന്നതാണോ എന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. മതത്തിന്റെ പേരിലാണ് കാശ്മീരിൽ വിനോദസഞ്ചാരികൾ കൊല ചെയ്യപ്പെട്ടത് എന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടും സമൂഹ മാധ്യമങ്ങളുടെ ചർച്ചയും ഇന്ത്യക്ക് ദോഷം ചെയ്യുമെന്നും ഇത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സർക്കാരും പ്രതിപക്ഷവും ഒരേ സ്വരത്തിൽ അതേ സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ സൈന്യത്തിൽ 1,80,000 സൈനികരുടെ കുറവുണ്ട്. ഇത് സേനാബലം കുറഞ്ഞതിന് കാരണമായോ എന്ന് പരിശോധിക്കണം. സേനാബലത്തിലെ കുറവ് പ്രശ്നബാധിത മേഖലയായ കാശ്മീരിൽ പ്രതിഫലിച്ചോ എന്ന് പരിശോധിക്കണമെന്നും പ്രതിപക്ഷം യോഗത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ അതിന് വ്യക്തമായ യാതൊരു ഉത്തരവും ഇതുവരെയും നൽകിയിട്ടില്ല. ഇതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിക്ക് ഒരു നിമിഷത്തേക്കാണെങ്കിലും തല കുനിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി എന്ന്. എങ്കിൽ പോലും രാജ്യം ഇതിനെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നേരിടുക തന്നെ ചെയ്യും.